ശേഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്ക് ഏവർക്കും എന്റെ പ്രഭാത വന്ദനം. ഒരിക്കൽ ദൂരാ സമഭൂമിയിൽ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വർണ്ണ ബിംബത്തെ നിർമ്മിച്ച് അതിനെ നമസ്കരിക്കുവാൻ രാജ്യം മുഴുവൻ ഒരു രാജകൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ ദൈവകൽപ്പന മാനിക്കുന്ന ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 3 ചെറുപ്പക്കാർ രാജകൽപ്പനയെ തിരസ്കരിച്ചുകൊണ്ട് ദൈവകൽപ്പന മാനിച്ചു. ഇതറിഞ്ഞ രാജാവ് അവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് ഇട്ടുകളയുവാൻ തക്കവണ്ണം വീണ്ടും രാജകൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ തീച്ചൂളയുടെ നടുവിൽ ദൈവദൂതനെ അയച്ച് അവരെ 3 പേരെയും വിടുവിച്ചു. അവർ തീച്ചൂളയ്ക്കകത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്നറിഞ്ഞ് രാജ്യത്തിലെ ദേശാധിപതിമാരും സ്ഥാനാധിപതിമാരും മന്ത്രിമാരും അവിടെ കടന്നു വന്ന് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും നോക്കി സാക്ഷ്യപ്പെടുത്തുന്നത് അവരുടെ കാൽച്ചട്ടയ്ക്കോ മേലാടയ്ക്കോ അങ്കിക്കോ തീയേൽക്കാതെയും ഒരു മുടിനാരിഴ പോലും കരിയാതെയും മാത്രവുമല്ല, തീമണം പോലും ഏൽക്കാതെ വണ്ണം ദൈവം അവരെ പുറത്തു കൊണ്ടു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ തീച്ചൂളയുടെ അനുഭവം നമുക്ക് ഏറെ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മൾ ആയിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ദൂതനെ അയച്ച് നമ്മൾ എത്രയോ സമയം തീച്ചൂളയുടെ നടുവിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. നമ്മുടെ പ്രതികൂലങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിൽ നമ്മുടെ ജീവിതത്തിലും തീച്ചൂളയുടെ അനുഭവങ്ങളൊക്കെയും കടന്നു വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം തീമണം പോലും തട്ടാതെ പുറത്തു കൊണ്ടുവന്ന നിമിഷങ്ങളില്ലേ? ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, തീച്ചൂളയുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ എങ്ങനെ പുറത്തു വരും എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സർവശക്തനായ ദൈവം നിന്നെ തീമണം പോലും ഏൽക്കാതെ വണ്ണം പുറത്തു കൊണ്ടുവരാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലും സാക്ഷ്യമായി നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹങ്ങളുടെ ഉറവിടമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാതത്തിൽ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും തീമണം പോലും ഏൽക്കാതെ വണ്ണം എരിയുന്ന തീച്ചൂളിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ ഞങ്ങൾ ഇടയാക്കി നന്മയ്ക്കായി സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ, ശാരീരികമായി രോഗം അനുഭവിക്കുന്നവർ, മാനസിക വ്യത അനുഭവിക്കുന്നവർ, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർ, കർത്താവെ, ഈ തീച്ചൂളയുടെ അനുഭവത്തിൽ നിന്ന് എങ്ങനെ പുറത്തു പോകും എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സർവശക്തനായ ദൈവം ഒരു തീമണം പോലും ഏൽക്കാതെ അവരുടെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് ദൈവം പൂർണ്ണമായിട്ട് അവരെ വിടുവിക്കുന്ന നന്മയ്ക്കായി സ്തോത്രം ചെയ്യും. ദൈവം അവരെ അനുഗ്രഹിക്കണമേ അപ്പ. നല്ലൊരു ദിവസവും അനുഗ്രഹവും പ്രതികൂലങ്ങളിൽ നിന്ന് വിടുതലും ദൈവം കൊടുക്കുന്ന നന്മയ്ക്കായി സ്തോത്രം. മാനവും മഹത്വം എന്റെ കർത്താവ് എടുക്കണം. പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.